بسم الله الرحمن الرحيم اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وجه دنيانا. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، رسوله الأمين، وعلى آله وأصحابه وأهل بيته أجمعين. يا سيد الأبرار حبك في دمي، نهر على نحو الصبابة جاري. لك يا رسول الله في أعماقنا قمم من الإجلال والإكرام. تزلزلت الدنيا لآل محمد، وكادت لهم صم الجبال تذوب. وغارت نجوم وقشعرت كواكب، وهتيك أستار وشق جيوب. يصلي على المبعوث من آل هاشم، ويغزى بنوه إن ذا لعجيب. لئن كان ذنبي حب آل محمد، فذلك ذنب لست عنه وتوب. هم شفعائي يوم حشري وموقفي، إذا ما بدت للناظرين خطوب. സർവാദരണീയരായ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ കാരുണ്യം നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധമായ രാത്രിയിൽ മഹാന്മാരായ ഇമാമുകളെക്കുറിച്ചുള്ള ചരിത്ര അന്വേഷണത്തിൻ്റെ വളരെ വിനീതമായ ചില അധ്യായങ്ങളാണ് ഇവിടെ നാം പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ ഈ പ്രഭാഷണത്തിൻ്റെ പരിപാടികളിൽ നമുക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ അവറുകൾ ഈ വർഷത്തെ ഈ പ്രഭാഷണത്തിനും അവിടുന്ന് ക്ഷണിച്ചിട്ട് 3-ാമത്തെ ദിവസമാണ് ലോകത്തോട് യാത്രയായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെയുടെ പരലോകം പ്രകാശപൂരിതമാക്കുകയും നമ്മുടെ ഈ മജ്ലിസ് കണ്ടുകൊണ്ട് നേരം പോക്ക് അനുഭവിക്കാൻ ഭാഗ്യം നൽകുകയും ചെയ്യുമാറാകട്ടെ.
അവിടുത്തെയുടെ മക്കൾക്ക് മഹാനവറുകളുടെ സ്ഥാനത്ത് നിന്ന് സാരഥ്യം വഹിക്കാനുള്ള തൗഫീഖും സാഹചര്യങ്ങളും അല്ലാഹു തആല നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സയ്യിദ് അവറുകൾക്ക് വേണ്ടി നമ്മുടെ ഈ വേദിയുടെ ആദരണീയമായ കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ വർഷത്തിൽ മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകളിൽ നിന്നും ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും ബഹുമാനപ്പെട്ട ഇമാമുൽ മദീന മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും വളരെ പ്രാഥമികമായ ചില ഭാഗങ്ങളെയാണ് നാം സ്പർശിച്ചത്. അള്ളാഹുവിൻ്റെ തൗഫീഖും നിയോഗവും ഒരു വർഷത്തിനു ശേഷം മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട് വീണ്ടും സംഗമിക്കാൻ നമുക്ക് കഴിഞ്ഞു. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഈ വേദിയുടെ ബറക്കത്ത് കൊണ്ട് മഹാന്മാരായ ഇമാമുകൾക്കൊപ്പം നാളെ ജന്നാത്തുൻ നഈമിൽ സംഗമിക്കാൻ അല്ലാഹു തആല ഭാഗ്യം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആധുനിക കാലഘട്ടത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിക ആശയങ്ങളെയും കർമ്മതലങ്ങളെയുമെല്ലാം അല്പജ്ഞാനികളായ ആളുകൾ കയ്യേറ്റം നടത്തുകയും ഇന്നലകളിൽ പരിശുദ്ധമായ ഇസ്ലാമിനെ പരിപൂർണമായും പക്വതയോടെ കൈമാറ്റം ചെയ്ത മഹത്തുക്കൾ വിസ്മരിക്കപ്പെടുകയും ചെയ്യുകയാണ്. അവഗാഹമുള്ള പാണ്ഡിത്യത്തോടെയും ആധികാരികമായി മതവിധികളെ കൈകാര്യം ചെയ്യാനുള്ള അർഹതയോടെയും ലോകത്ത് വിലാസം നേടുകയും വ്യക്തിജീവിതത്തിൻ്റെ പരിശുദ്ധി കൊണ്ടും പരിജ്ഞാനത്തിൻ്റെ ആഴം കൊണ്ടും അവിതർക്കിതമായി വിശ്വവിസ്തൃതമായി ഇന്നും നിലനിൽക്കുന്ന സാരഥ്യങ്ങളാണ് മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകൾ. അതിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അനുധാവനം ചെയ്യുകയും അതോടൊപ്പം തന്നെ പരിശുദ്ധമായ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ നിദാനത്തിന് ആദ്യമായി ക്രോഡീകരണമുണ്ടാക്കുകയും ചെയ്ത രണ്ടാം നൂറ്റാണ്ടിന്റെ നവോത്ഥാന നായകൻ, പരിശുദ്ധമായ ഹദീസ് വിജ്ഞാനത്തിലെ നാസിറുൽ ഹദീസ്, മുജദ്ദിദുൽ ഖർനി സാനി മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു മഹാത്മാവിന്റെ ജീവിത തലത്തിലേക്കുള്ള ചെറിയ ഒരു പ്രവേശികയാണ് യഥാർത്ഥത്തിൽ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനും ഗുരുവര്യരുമാണ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അവിടുത്തെയുടെ ശിഷ്യനായ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക വൈജ്ഞാനിക ലോകത്ത് ആരൊക്കെ പേനയെടുത്തോ എല്ലാവർക്കും ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് കടപ്പാടുണ്ട് എന്നാണ് മഹാന്മാരുടെ വിശദീകരണം. ലോകാവസാനം വരെയും ഇസ്ലാമിക വൈജ്ഞാനിക മേഖലയിലും കർമ്മശാസ്ത്ര മണ്ഡലത്തിലും ആരൊക്കെ രചനയ്ക്ക് വേണ്ടി ഒരുങ്ങിയോ ഇല്ലാ വലഹു ദിമ്മത്തുൻ ലിൽ ഇമാം ശാഫിഈ, ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനോട് കടപ്പാടില്ലാത്ത ആരുമില്ല. അത്രയും മഹാത്മാവായ ബഹുമാനപ്പെട്ട മദ്ഹബിന്റെ ഇമാമിന്റെ ജീവിതം അബ്ബാസിയ ഭരണകൂടത്തിന്റെ കാലഘട്ടത്തിലാണ് മഹാനവറുകൾ ലോകത്തേക്ക് പിറന്നു വീഴുന്നത്. ഹിജറ 150 റജബ് മാസത്തെ അവസാനത്തെ വെള്ളിയാഴ്ച ഫലസ്തീനിലെ ഗസയിൽ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ദിവസം, ആ ദിവസമാണ്
ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ലോകത്തോട് ഉദയം ചെയ്യുന്നത്. ഹനഫികളുടെയും ശാഫിഈകളുടെയും ഇടയിൽ വളരെ മനോഹരമായ വിധത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഇമാം ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളുടെ ഇമാം ഇല്ലായിരുന്നു എന്ന് ഹനഫികൾ അഭിമാനം പറയുമ്പോൾ, ഞങ്ങളുടെ ഇമാം വന്നപ്പോഴേക്ക് നിങ്ങളുടെ ഇമാം യാത്രയായി എന്ന് അതേ ശൈലിയിൽ തന്നെ സന്തോഷം പങ്കുവെക്കാറുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ദിവസം ലോകത്തോട് വരുമ്പോൾ, നുജൂമു സമാഇൻ, ആകാശത്തുള്ള നക്ഷത്രങ്ങൾ, കുല്ലമാ ഗാറ കൗകബു ബദാ കൗകബുൻ തഅവി ഇലൈഹി കവാകിബു. ബഹുമാനപ്പെട്ടവരുടെ ജന്മത്തിന്റെയും ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ വിയോഗത്തിന്റെയും ആ യോജിപ്പിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ രേഖപ്പെടുത്തിയതാണ്. ബഹുമാനപ്പെട്ട ഇമാമുന നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തെ വിശദീകരിക്കുകയും അതുപോലെ തന്നെ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ജന്മസ്ഥലം 3 സ്ഥലങ്ങളിലാണെന്ന് ചരിത്രപരമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ, അസ്കലാനിലാണെന്നും യമനിലാണെന്നും ഗസയിലാണെന്നുമുള്ള വ്യത്യസ്ത വിശദീകരണങ്ങളെ മുഴുവനും കൊണ്ടുവന്നിട്ട് ഇമാമുന നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അൽ മഷ്ഹൂറുൽ ലദീ അലൈഹിൽ ജുംഹൂർ, അവിടുന്ന് ഏറ്റവും പ്രസിദ്ധവും പണ്ഡിതന്മാരുടെ അടുക്കൽ സ്വീകാര്യയോഗ്യവും പ്രബലവുമായ അഭിപ്രായം, ഉലിദ ബി ഗസ്സ, മഹാനവർകൾ ഫലസ്തീനിലെ ഗസ്സയിലാണ് ജനിക്കുന്നത്, പിൽക്കാലത്തെ അസ്കലാനിലേക്ക് താമസം മാറ്റി എന്ന ചരിത്രപരമായ വസ്തുതയെയും ബഹുമാനപ്പെട്ട ഇമാമുന നവവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നുണ്ട്. ആ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ വൈജ്ഞാനികമായ സജീവ ചർച്ചകളുടെയും അതോടൊപ്പം തന്നെ ഖിലാഫത്തിന്റെ സാരഥ്യത്തിൽ തന്നെ പണ്ഡിതന്മാരുടെ സദസ്സുകൾ ഗഹനമായി കർമ്മശാസ്ത്ര വിഷയങ്ങളെയും തർക്കശാസ്ത്രതലങ്ങളെയും കൈകാര്യം ചെയ്യുന്ന ചരിത്ര പശ്ചാത്തലത്തിലേക്കാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. മദീനയിൽ ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വരിഷ്ഠമായ നേതൃത്വത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ ഹദീസ് ദർസ് നടക്കുകയാണ്. വിശുദ്ധമായ മക്കയിൽ തികഞ്ഞ പണ്ഡിത തേജസ്വികളുടെ സാരഥ്യത്തിൽ ഇസ്ലാമിക വൈജ്ഞാനിക ചർച്ചകൾ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തേതുപോലെയല്ല, പണ്ഡിത സദസ്സുകളെല്ലാം നിറഞ്ഞ് ഗഹനമായ വിഷയങ്ങൾ കെട്ടഴിച്ച് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഖുറൈശി കുലത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ പരമ്പരയോട് ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ 10ാമത്തെ പിതാവായ അബ്ദുമനാഫ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹന്മാരിൽപ്പെട്ട അബ്ദുമനാഫാണ്. ആ പരമ്പരയിൽ നിന്ന് യോജിച്ച് ബഹുമാനപ്പെട്ട ശാഫിഈ എന്നവരുടെ പേരിനോട് ചേർത്ത് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ദഅവത്തിന്റെ പരിധിയിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാത്മാവായ ഷാഫിഈയിലേക്ക് ചേർത്തുകൊണ്ടാണ് മുഹമ്മദ് എന്ന് പേരുള്ള ഇദ്രീസ് എന്നവരുടെ മകനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്നത്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലദീന നാസറു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ജാഹിലിയ്യത്തി വൽ ഇസ്ലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ഇസ്ലാമിക കാലഘട്ടത്തിലും അഥവാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദഅവത്ത് തുടങ്ങിയപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വരാതിരുന്നപ്പോഴും അതേ സമയത്ത് പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിച്ചപ്പോഴും രണ്ടു സമയത്തും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിച്ചു. വല്ലമ്മു ഇലാ നുസ്റത്തിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിക്കുന്നവരുടെ ഗണത്തിൽ മുന്നിട്ട് നിൽക്കുകയും അതോടൊപ്പം തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെയും അനുയായികളെയും ഖുറൈശികൾ ബഹിഷ്കരിച്ചപ്പോൾ വഹ്തമലുൽ അദാ മഅഹു അലൈഹി സ്വലാത്തു വസ്സലാം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം വേദന പങ്കുവെക്കുകയും ചെയ്ത വിശുദ്ധമായ താവഴിയിലെ മഹാന്മാരായ പാരമ്പര്യത്തിൽ നിന്നാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു എന്ന ചരിത്ര പുരുഷൻ കടന്നു വരുന്നത്. എല്ലാ മഹാത്മാക്കളുടെയും ചരിത്രങ്ങളുടെ ഇന്നലകൾ പഠിച്ചു നോക്കിയാൽ പ്രചോദനങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും പശ്ചാത്തലങ്ങളുടെയും വിവരണമർഹിക്കുന്ന ഒരുപാട് അധ്യായങ്ങളെ നാം പകർന്നു പറയേണ്ടി വരും. അതുകൊണ്ട് അല്പസമയം നമുക്ക് ഇമാമുന ശാഫിഈ തങ്ങളോടൊപ്പം സഞ്ചരിക്കാം. ഇന്നത്തേതുപോലെ വിപുലമായ ജീവിത ചുറ്റുപാടുകളില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ചു വീഴുന്നത് ദരിദ്രമായ ഒരു കുടുംബത്തിലേക്ക്. ചെറുപ്പത്തിൽ തന്നെ പിതാവ് വഫാത്തായി. ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ മകനെ കൂടുതൽ പോറ്റുവാനോ അതുപോലെ തന്നെ പഠിപ്പിക്കുവാനോ ഉള്ള സാഹചര്യങ്ങളില്ല. എന്നിട്ടും ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് വലം യകുൻ ഇൻദഹാ മാ തുഅതിൽ മുഅല്ലിം, മുഅല്ലിമിന് കൊടുക്കുവാനുള്ള ചെറിയ ഫീസ് പോലും അവിടുത്തെ കയ്യിലില്ല. എന്നാൽ ഫഹമലതിനി ഇലാ മക്ക, അവിടുന്ന് എന്നെ പഠിപ്പിക്കണമെന്ന അത്യാഗ്രഹത്തോടെ അസ്കലാൻ എന്ന പ്രദേശത്തു നിന്നും മക്കയിലേക്ക് കൊണ്ടുവന്ന് അവിടെയുള്ള വൈജ്ഞാനിക സദസ്സിൽ ചേർത്ത് പഠിപ്പിക്കുവാൻ പ്രിയപ്പെട്ട മാതാവ് തീരുമാനിച്ചു. ഒരുപാട് ചരിത്രപരമായ പശ്ചാത്തലങ്ങളെയും പിന്നാമ്പുറങ്ങളെയും വിശദീകരിക്കാതെയുള്ള ഒരു പ്രദക്ഷിണമാണ് ഇവിടെ നാം നടത്തുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് വൈജ്ഞാനിക പഠനത്തിന് വേണ്ടി കടന്നു വരുമ്പോ മഹാനവർകൾ പിൽക്കാലത്ത് പറഞ്ഞതായി ബഹുമാനപ്പെട്ട ഇമാമുൽ ബൈഹഖി മനാഖിബുശ് ശാഫിഈയിലും ഇമാമുർ റാസി അവിടുത്തെ മനാഖിബുശ് ശാഫിഈയിലും അതുപോലെ മഹാന്മാരായ ചരിത്രകാരന്മാരെല്ലാം എടുത്തുദ്ധരിച്ചതായി കാണാം. ഞാൻ പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ വേണ്ടി പാഠശാലയിലേക്ക് ചെല്ലുമ്പോ എനിക്ക് ഉസ്താദിന് കൊടുക്കാനുള്ള ഫീസ് ഇല്ലാത്തതിന്റെ പേരിൽ ക്ലാസ്സിൽ കയറാൻ ഒരു തടസ്സമുണ്ടായിരുന്നു. എന്നാൽ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് അവരെക്കാൾ ഭംഗിയായി ഞാൻ പഠിച്ചപ്പോൾ എന്റെ ഉസ്താദ് എന്നോട് പറഞ്ഞു, ലാ യഹില്ലു ലി അൻ ആഖുദ മിൻക ശൈആ, അല്ലയോ മോനെ, നീ എന്റെ ദർസിലിരുന്ന് പഠിച്ചോ, എനിക്ക് പരാതിയില്ല, നിന്നിൽ നിന്ന് ഒരു ഫീസും വാങ്ങുന്നത് ശരിയല്ല. പക്ഷേ എന്നെ ഒന്ന് സഹായിക്കണം, ഞാൻ ഇടയിൽ വെച്ച് ക്ലാസ്സിലില്ലാതെ വരുമ്പോ മോൻ ആ ക്ലാസ് ഒന്ന് ശ്രദ്ധിക്കണം. ആ ഒരു ഡിമാൻഡിൽ മാത്രം ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അവിടുന്ന് വൈജ്ഞാനിക സബരയുടെ ഔദ്യോഗിക പാഠശാലയിലേക്ക് സ്വീകരിക്കുകയാണ്. മഹാനവർകൾ പറയുകയാണ്, ഞാൻ വേഗം അവിടുന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ പാഠങ്ങൾ പഠിച്ചു. 7ാമത്തെ വയസ്സായപ്പോഴേക്ക് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി. എന്ന് മാത്രമല്ല, മഹാനായ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു നടക്കുന്ന വഴികളിലെല്ലാം എല്ലാവരും ശുഭലക്ഷണം പറയുകയാണ്. ഈ കുട്ടി ആരാണ്, ഈ കുട്ടി ഏതാണ്, ആരുടെ മകനാണ്, എവിടെ നിന്നുള്ളതാണ്. അത് മഹാന്മാരുടെ ചരിത്രത്തിലെല്ലാം നോക്കിയാൽ കാണാം. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം നാം പറഞ്ഞിട്ടുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ സമാനതകളുണ്ട്. മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ സമാനതകളുണ്ട്. അഹ്മദുൽ കബീർ അർ-റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലുണ്ട്. അവരെല്ലാം ബാല്യത്തിലെ അവരുടെ മുഖപ്രഭാവം കാണുമ്പോ വേർതിരിവും വകതിരിവുമുള്ള മഹാന്മാരായ ആളുകൾ അവരെല്ലാം വായിച്ചെടുത്തു. നാളെയുടെ ചരിത്രത്തെ നയിക്കേണ്ട ആളുകളാണ്. ഏതുപോലെ ലോകത്തിന്റെ മുഴുവനും നേതാവായ സയ്യിദുൽ വുജൂദി വൽ കായിനാത്തി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളോട് 6 വയസ്സിൽ വിയോഗം തേടിയ ആമിന റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ, ഇൻ സഹമാ അബ്സർതു ഫിൽ മനാമി ഫഅൻത മബ്ഊസുൻ ഇലൽ അനാമി, മോനെ, എന്റെ സ്വപ്ന ദർശനങ്ങൾ സത്യമാണെങ്കിൽ നീ നാളെ ലോകത്തിന് മുഴുവനും അതിജയിക്കേണ്ട നയിക്കേണ്ട നേതാവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതുപോലെ മഹാന്മാരായ ഇമാമുകളെയെല്ലാം അവരുടെ ചെറുപ്പകാലത്തിലെ ലോകം തിരിച്ചറിയുകയും വായിച്ചെടുക്കുകയും ഉത്ബോധനം നൽകുകയും അതുപോലെ അവർ കടന്നു വരാനുള്ള വഴികളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്.
അപ്രകാരം ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു സുന്ദരനാണ്. അവിടുന്ന് ആകർഷണീയമായ മുഖം, അതുപോലെ തന്നെ വർണ്ണാഭമായ അവിടുത്തെ ചടുലമായ ശരീരഭാവങ്ങൾ, ഇതെല്ലാം കണ്ടുകൊണ്ട് ആളുകൾ വിലയിരുത്തുകയാണ്. ഇത് സാധാരണക്കാരനല്ല, ഇതൊരുപാട് മഹത്വങ്ങൾ നേടി കാലത്തെ അതിജയിക്കേണ്ട മഹാനാണ്. അതുകൊണ്ട് തന്നെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ശ്രദ്ധേയനായ ബാലനായി പരിശുദ്ധമായ മക്കയിൽ കഴിയുകയാണ്. പക്ഷേ വഅനാ ബിതഅല്ലുമിൽ അറബിയ്യതി വഖവാഇദിഹാ വകലിമാതിഹാ, ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യ അന്വേഷണങ്ങളും പഠനങ്ങളുമെല്ലാം കടന്നുപോയത് കർമ്മശാസ്ത്ര മണ്ഡലത്തിലേക്കായിരുന്നില്ല. പരിശുദ്ധമായ ഖുർആൻ പഠിച്ചതിന് ശേഷം മഹാനവറുകൾ പിന്നീട് അറബി ലാംഗ്വേജ് നന്നായി പഠിക്കുന്നതിന് വേണ്ടി ഏറ്റവും നന്നായി അറബി ഭാഷ പഠിക്കുന്ന, സംസാരിക്കുന്ന, കൈകാര്യം ചെയ്യുന്ന, കാവ്യലോകങ്ങൾ ജീവിക്കുന്ന താഴ്വരകളിലേക്ക് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പോയി. ഹുദൈൽ ഗോത്രത്തിൽ പോയി അവിടുത്തെ കാവ്യ തല്ലജങ്ങളുടെയും കവി പ്രമുഖന്മാരുടെയും കൂടെ ജീവിച്ച് അവരുടെ ഭാഷയും അവരുടെ സ്ലാങ്ങുമെല്ലാം പഠിക്കാൻ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു കൂടെ നടന്നു. എന്നിട്ട് ലബീദിനെ പോലും വെല്ലുന്ന കവിതകൾ മെയ്ത് മഹാനായ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു താഴ്വരകളിലൂടെ കഴിയുമ്പോ മഹാനവറുകൾ പറയുകയാണ്, എനിക്ക് ഏറ്റവും രസമുള്ളതായിരുന്നു ആദ്യകാലത്ത് ആ അറബി ഭാഷാ പഠനം. അതോടൊപ്പം എനിക്ക് അമ്പെയ്ത്തിനോട് വലിയ ഇഷ്ടമായിരുന്നു, കുതിരസവാരിയോട് വലിയ താല്പര്യമായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലിമു ഔലാദകും അസ്സിബാഹത വറിമായ വറുകൂബൽ ഖൈൽ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം അമ്പെയ്ത്തും കുതിരസവാരിയും അതുപോലെ തന്നെ അവർക്ക് നീന്തലും പഠിപ്പിച്ചു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പിനെ അല്ലെങ്കിൽ പാഠത്തെ ഏറ്റെടുത്തതുപോലെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അമ്പെയ്ത്തിനോട് വലിയ താല്പര്യമാണ്. അങ്ങനെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ ഏറ്റവും നല്ല കുതിച്ചു ചാടുന്ന കുതിരകളുടെ മുകളിൽ കയറിയിരുന്ന് അതിന്റെ സവാരി പ്രാക്ടീസ് ചെയ്ത് ആളുകളോടൊപ്പം സഞ്ചരിക്കുന്നതിൽ ശാഫിഈ ഇമാമിന് താല്പര്യമായിരുന്നു. അങ്ങനെ ചെറുപ്പകാലത്തിലെ തന്നെ അമ്പെയ്ത്ത് പരിശീലിച്ചിട്ട് മഹാനവറുകൾ പറയുകയാണ്, ഞാൻ അവിടുന്ന് അമ്പെയ്താൽ മിൻ അശറത്തിൻ അശറ, 10ൽ 10 കുറിക്കുകൊള്ളുന്ന അവസ്ഥയിലേക്ക് അമ്പെയ്യാൻ എനിക്ക് കഴിയുമായിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ വൈജ്ഞാനിക കേന്ദ്രങ്ങളെ മുഴുവനും കൈകാര്യം ചെയ്ത് നാളെയുടെ ഹൃത്തടങ്ങളിലേക്ക് ആദർശത്തിന്റെയും കർമ്മതലങ്ങളിലേക്ക് നിയമനിഷ്ഠയുടെയും പാഠഭാഗങ്ങളെ കൈമാറ്റം ചെയ്തു കൊടുക്കേണ്ട ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അങ്ങനെ താഴ്വാരങ്ങളിലൂടെ നാടോടി കവിതകളുടെയും അറബി കാവ്യശീലുകളുടെയും വാഹകനായി കുതിരപ്പുറത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനോട് വിളിക്കുകയാണ്. ഒരുപാട് ആളുകൾ വന്നുകൊണ്ട് പറയുന്നു, അബ്ദുല്ലാഹി സുബൈരി എന്ന് പറയുന്നവരുടെ കാത്തിബ്, അവിടുത്തെ ഗുമസ്തൻ വന്നുകൊണ്ട് പറയുന്നു, അല്ലയോ പ്രിയപ്പെട്ട മുഹമ്മദേ, നീ എങ്ങോട്ടാണ് പോകുന്നത്? മനോഹരമായ ഒരു വ്യക്തിപ്രഭാവം നിന്നിൽ ഞാൻ കാണുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലുള്ള ചാട്ടവാറ് കൊണ്ടൊന്ന് തട്ടി ഉണർത്തിയിട്ട് ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, ഐന അൻത മിനൽ ഫിഖ്, അല്ലയോ പൊന്നുമോനെ, നിനക്ക് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ പരിജ്ഞാനമുണ്ടോ? ഈ ഭാഷയെല്ലാം പഠിച്ച് ഇങ്ങനെ നടന്നാൽ മതിയോ? ഈ കവിതയുടെയും ഭാഷാ കൈകാര്യത്തിന്റെയും മേഖലയിൽ മാത്രം നിന്നാൽ മതിയോ എന്ന് ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഇപ്പോൾ പഠിക്കുന്നത് അറബി ഭാഷയാണെങ്കിലും അതിൻ്റെ കവിതയാണെങ്കിലും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ നിയമങ്ങളടങ്ങുന്ന വിജ്ഞാനത്തിലേക്കുള്ള സഹായമാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ശാഫിഈ ഇമാം തങ്ങൾ മറുപടി പറയുമ്പോൾ മഹാനവറുകളോട് പറയുകയാണ്, മോനെ, നീ അള്ളാഹുവിന്റെ ദീനിന്റെ പരിജ്ഞാനത്തിലേക്ക് നീ കടന്നു വരണം. മഹാനവറുകളുടെ മനസ്സിനെ പിടിച്ചുകുലുക്കുകയാണ്. അപ്പോൾ ഫസാറ ബിമുജാലസതി മുസ്ലിം ബിൻ ഖാലിദ് സിഞ്ചി, പരിശുദ്ധമായ ഹറമിന്റെ പരിസരത്തിരുന്ന് വൈജ്ഞാനിക ചക്രവാളത്തിന്റെ ചക്രം തിരിച്ചുകൊണ്ടിരിക്കുന്ന
ബഹുമാനപ്പെട്ട മുസ്ലിം ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ശാഫി ഇമാം റളിയല്ലാഹു അൻഹു അവിടുത്തെയുടെ വിജ്ഞാനങ്ങൾ പകരാൻ തുടങ്ങുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബാലയത്തിന്റെ മഹ്ബത്തുൽ വഹയിന്റെ ചാരത്തിരുന്നുകൊണ്ട് പരിശുദ്ധമായ ദീനിന്റെ പരിജ്ഞാന തലങ്ങളെ പകർന്നെടുക്കുവാൻ പാകമൊത്ത ഒരു ചെറുപ്പക്കാരൻ 10 വയസ്സായപ്പോൾ പള്ളിയിലിരുന്നു കൊണ്ട് മസ്അലകൾ പരിച്ഛേദനം നടത്തി പഠിക്കുകയാണ്. ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹു മദീനയിൽ ദർസ് നടത്തുകയാണെങ്കിലും അവിടുന്ന് പ്രവഹിക്കുന്ന ഹദീസ് പരമ്പരകളുടെ അലയൊലികൾ മക്കയിലെ പള്ളിയിൽ ചർച്ച ചെയ്യുകയാണ്. മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മുവത്ത മക്കത്ത് ചർച്ച ചെയ്യപ്പെടുമ്പോ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ആ മുവത്തയിലെ ഹദീസ് മുഴുവനും മക്കയിൽ ഇരുന്ന് 10 വയസ്സായപ്പോൾ 12,000 ഹദീസ് മനഃപ്പാഠമാക്കുന്നു. ആ പരിശുദ്ധമായ ഹദീസ് പരിജ്ഞാനത്തിന്റെ അവഗാഹത്തിലൂടെ മക്കാ മസ്ജിദിന്റെ അകത്തളത്തിൽ ഇരിക്കുമ്പോഴാണ് ഇടയിൽ വെച്ച് ഇടവഴിയിലൂടെ ഒന്ന് നടന്നു പോകുമ്പോ പ്രചോദനമെന്ന നിലക്ക് ഒരാൾ ചോദിക്കുകയാണ്, മിൻ ഐന അൻത യാ സ്വാഹിബീ, മോനെ ആരാണ്, നിന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരണം. ബഹുമാനപ്പെട്ട ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, മിൻ അഹ്ലി മക്ക, ഞാൻ മക്കക്കാരനാണ്. എവിടെയാണ് മോനെ ഇപ്പൊ നീ താമസിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഖൈഫിന്റെ താഴ്വരയിലാണ് താമസിക്കുന്നത്. നിന്റെ കബീല ഏതാണ്? ഞാൻ അബ്ദുമനാഫിൽപ്പെട്ടയാളാണ്. ബഹിൻ ബഹിൻ, അല്ലയോ മോനെ ശ്രദ്ധിക്കണം. അല്ലാ ജഅൽത ഫഹമക ഹാദാ ഫിൽ ഫിഖ്ഹി, നീ നിന്റെ ഈ പരിജ്ഞാനത്തിന് പറ്റുന്ന പാകപ്പെടുന്ന മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള നിന്റെ ദിഷണയും നിന്റെ വിവേകവുമെല്ലാം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇൽമിന് വേണ്ടി വിനിയോഗിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. മിസ്അബ് ബിൻ അബ്ദുല്ലാഹി സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മിസ്അബ് എന്നവർ ബഹുമാനപ്പെട്ട ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടിയപ്പോൾ മഹാനവർകളോട് പറയുന്നു, ലൗ തലബതൽ ഫിഖ്ഹ വൽ ഹദീസ്, മോനെ അല്ലാഹുവിന്റെ ദീനിന്റെ പരിജ്ഞാനത്തെ ഏറ്റെടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകളുടെയും വജസ്സുകളുടെയും പ്രവാഹത്തിന് സ്രോതസ്സായി മാറുകയും ചെയ്താൽ എത്ര മനോഹരമായിരുന്നു. അങ്ങനെ ആലോചനകൾ മുഴുവനും ആധ്യാത്മിക വിജ്ഞാനത്തിന്റെ ചക്രവാളത്തിലേക്ക് ചേക്കേറുമ്പോ താഴ്വരകളിലൂടെ നടക്കുമ്പോഴാണ് വിളിച്ചു പറയുന്നു, അലൈക ബിൽ ഫിഖ്ഹ്, അലൈക ബിൽ ഫിഖ്ഹ്, അല്ലയോ മുഹമ്മദ് ബിൻ ഇദ്രീസ്, നീ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ അനുഷ്ഠാന മുറകളെയും കർമ്മതലങ്ങളെയും ആധ്യാത്മികമായി പടിഞ്ഞ് പകർന്നു കൊടുക്കുവാനുള്ള ആളായി മാറണമെന്നുള്ള അശരീരി കൂടി പ്രചോദനം നൽകുമ്പോൾ അവിടുത്തെ ചിന്തയും ബുദ്ധിയും മുഴുവനും തിരിയുന്നു, ആത്മീയമായ വിജ്ഞാനത്തിന്റെ മണ്ഡലത്തിലേക്ക് തിരിയുകയാണ്. തഅല്ലം ഫഇന്നൽ ഇൽമ സൈനുൽ ലിഅഹ്ലിഹി വഫളലുൻ വഉൻവാനുൻ ലികുല്ലി മുജാഹിദി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ആധ്യാത്മിക ജ്ഞാനത്തിന്റെ കൈകാര്യങ്ങൾ അതിന് അർഹതപ്പെട്ടവർ ഏറ്റെടുത്താൽ അത് അലങ്കാരമാണ്. മാത്രമല്ല, ഇരപകലുകളെ മുഴുവനും അധ്വാനപൂർണം പരിജ്ഞാനത്തിന്റെ പ്രപഞ്ചത്തിൽ തളച്ചിടുന്ന ആളുകൾക്ക് അവിടുന്ന് വിലാസമാണ്, ശ്രേഷ്ഠതയാണ്, മഹത്വമാണ് എന്ന് മഹാന്മാരടയാളപ്പെടുത്തിയതുപോലെ മക്കായുടെ മരുപ്പറമ്പിലെ കഅബാലയത്തിന്റെ ചുറ്റുവട്ടത്തുമുള്ള ആദരണീയമായ മസ്ജിദുൽ ഹറാമിന്റെ
ആധ്യാത്മികതയും ആധികാരികതയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന പശ്ചാത്തലത്തിലേക്ക് വിജ്ഞാനത്തിന്റെ നിറകുംഭങ്ങളെ തേടി ബഹുമാനപ്പെട്ട ശാഫി ഇമാം താപസ സമാനമായി വിജ്ഞാനം തേടുകയാണ്. അവസാനം അന്ന് ജീവിച്ചിരിക്കുന്ന സഈദ് ബിൻ സാലിമുൽ ഖദ്ദാഹ്, ദാവൂദ് ബിൻ അബ്ദുറഹ്മാനിൽ അത്താർ, അബ്ദുൽ മജീദ് അബൂ ദാവൂദുൽ അസദി തുടങ്ങിയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ മുഴുവനും മുമ്പിലേക്ക് വന്ന് അല്ലാഹുവിന്റെ ദീന് പകർന്നെടുക്കുന്നു. അൽ ഇമാമു ശാഫിഈ عالم قريش يملأ طباق الأرض علما. ലോകം മുഴുവനും വിജ്ഞാനം കൊണ്ട് നിറയ്ക്കുന്ന ഖുറൈശി പണ്ഡിതൻ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പിന്റെ പുലർച്ച പോലെയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ ഖുറൈശി കുലജാതനായ മഹാനവറുകൾ മക്കത്തെ പള്ളിയിൽ ഇരിക്കുന്നു. ആ ചെറുപ്രായത്തിൽ തന്നെ ഉസ്താദുമാരെ മുഴുവനും തിരിച്ചറിഞ്ഞിട്ട് പാഠങ്ങൾ ഓതിക്കൊടുക്കാൻ ശിഷ്യനെ ഏൽപ്പിക്കുന്നുണ്ട്. എന്നാൽ എല്ലാത്തിൻ്റെയും നിയന്ത്രണം എവിടെ നിന്നാണ്? വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഉറഫൻ മിനൽ ബഹരി ഔ റശ്ഫൻ മിനദ്ദിയമി وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم. പ്രത്യക്ഷമായ പ്രചോദനങ്ങളുടെയും ഭൗതികമായ നിമിത്തങ്ങളുടെയും എടുത്തു പറയാനാകുന്ന അടയാളങ്ങളുടെയും എല്ലാം പ്രാഥമിക വചനങ്ങൾ ഉച്ചരിക്കാനുണ്ടെങ്കിലും ലോകത്തിന്റെ മുഴുവനും ആധ്യാത്മിക പ്രപഞ്ചത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്ത് മദീനയിൽ കിടക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ കൺട്രോളിലാണ് എല്ലാ ഇമാമുകളും അവരുടെ അയിമ്മത്തുകളുടെ മുഴുവനും പദവിയിലേക്ക് ഉയരുന്നത്. അതുകൊണ്ടാണ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞില്ലേ, ലികുല്ലി വലില്ലഹു ഖദമു വഇന്നീ على قدم النبي بدر الكمال. എല്ലാവരുടെയും അവലംബത്തിന്റെയും ആസ്പാദനത്തിന്റെയും ആസ്പദ്യതലങ്ങളുടെയും എല്ലാം നിയന്ത്രണം ഓരോ മഹാത്മാക്കളാണെങ്കിൽ എന്റെ അച്യുതണ്ടായി കിടക്കുന്നത് മദീനയിലെ രാജാവ്, ലോകത്തിന്റെ മുഴുവനും നേതാവ് ഹബീബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. അവിടുന്ന് അതാ വരുന്നു, നിശയുടെ നിശബ്ദതയിൽ അരമനയുടെ അകത്തളത്തിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെയുടെ കുടുംബത്തിൽപ്പെട്ട ഖുറൈശി കുലജാതനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ബാലനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ആ ബാലന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു. മഹാനായ ശാഫിഈ ഇമാം തങ്ങൾ പിൽക്കാലത്ത് വിശദീകരിക്കുന്നു, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീമാ യറൻ നായിമു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചു. അപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുകയാണ്, യാ ഗുലാം, എന്റെ കുഞ്ഞുമോനെ, ലബ്ബൈക യാ റസൂലല്ലാഹ്. അവിടുത്തെയുടെ തിരുവരുളിന് മറുപടി പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് എന്ന കുഞ്ഞുമോൻ ഉത്തരം ചെയ്യുകയാണ്, ലിമൻ അന്ത, മോൻ എവിടെന്നുള്ളയാളാണ്? മിൻ റഹ്തിക യാ റസൂലല്ലാഹ്, അവിടുത്തെയുടെ കൂട്ടത്തിൽ നിന്നാണ്. അപ്പോഴാണ് ലോകത്തിന്റെ മുഴുവനും ആധ്യാത്മിക ചക്രവാളത്തിന്റെ അവസാനിക്കാത്ത ചക്രവർത്തിയായ
ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഉദ്നു മിന്നീ, ഒന്നടുത്തേക്ക് വരൂ മോനെ. ഫദനൗതു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് അടുത്തു. ഫഅഖദ മിൻ റീഖിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദരണീയമായ തുപ്പുനീരവിടുന്ന് എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തുപ്പുനീരെടുക്കുന്നു. ഫഫതഹതു ഫമീ, ഞാൻ അവിടുന്ന് ഹബീബിന്റെ ആദരണീയമായ കസ്തൂരി സമാനമായ ലോകത്തെ രോഗശമനത്തിന് ഒരുപാട് ഉദാഹരണങ്ങൾ മുഅ്ജിസത്തിലൂടെ കാണിച്ചു തന്ന ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തുപ്പുനീര് അവിടുന്ന് എടുക്കുമ്പോഴേക്ക് ഫഫതഹതു ഫമീ, ഞാൻ എൻ്റെ വായ തുറന്നു കൊടുത്തു. അപ്പോഴോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വരിഷ്ഠമായ കൈകൊണ്ട് ആ തുപ്പുനീരവിടുന്ന് തടുത്തു, അല്ലെങ്കിൽ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തേച്ചു കൊടുത്തു. അലാ ലിസാനി വഫമീ വശഫതീ, എൻ്റെ നാവിലും എൻ്റെ വായയിലും എൻ്റെ ചുണ്ടുകളിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യമേറിയ തുപ്പുനീര് അവിടുന്നതാ തേച്ചു തന്നിട്ട് പറഞ്ഞു, മോനെ പൊയ്ക്കോളൂ, ബാറക്കല്ലാഹു ഫീക, അല്ലാഹു തആല നിനക്ക് അനുഗ്രഹം ചൊരിയട്ടെ. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, فما أذكر أني لحنت في حديث رسول الله صلى الله عليه وسلم بعد ذلك ولا شعر. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഉദ്ധരിക്കുമ്പോഴോ അറിയുന്ന കവിതകൾ എടുത്തു പറയുമ്പോഴോ ഒരിക്കൽ പോലും എനിക്ക് പിഴവ് സംഭവിച്ചിട്ടില്ല. കാരണം എൻ്റെ നാവും എൻ്റെ ചുണ്ടുമെല്ലാം ഹബീബിന്റെ അനുഗ്രഹീത തുപ്പുനീര് കൊണ്ട് ലേപനം നടത്തിയിട്ട് അനുഗ്രഹം നൽകിയതാണ്. അപ്പോഴവിടുന്നാണ് മുഴുവൻ ഇമാമീങ്ങളെയും നിയന്ത്രിക്കുന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു അലം നശ്റഹ് ലക സ്വദ്റക് എന്ന അധ്യായത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, എല്ലാ രാജാക്കന്മാരുടെയും കിരീടം മദീനയുടെ പിന്നാമ്പുറത്തു നിന്നാണ്. എല്ലാ സ്വീകാര്യതയുള്ള ആളുകളുടെയും മഹാത്മ്യങ്ങൾ അത് മുഴുവനും മദീനയുടെ പിന്നിൽ നിന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ ലോകത്തിന്റെ മുഴുവനും നിയന്ത്രണത്തിന്റെ കവാടമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നത്. ഖുദാ കി റസാ ചാഹത്തെ ദോ ആലം ഖുദാ ചാഹതാ ഹേ റസായേ മുഹമ്മദ്. 1000 വട്ടം ആവർത്തിച്ചു പറഞ്ഞാലും അർത്ഥം അവസാനിക്കാത്ത കാവ്യശകലമാണിത്. കാരണം ലോകത്ത് മുഴുവനുമുള്ള സ്വീകാര്യതയുടെയും അംഗീകാരത്തിന്റെയും നിദാനമായി അല്ലാഹു തആല വെച്ചിരിക്കുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബന്ധമാണ്, പ്രണയമാണ്. അതുകൊണ്ട് നീ റസൂലുള്ളാഹിന്റെ പ്രീതി വാങ്ങിയ ആളാണോ? അല്ലാതെ നിനക്ക് അല്ലാഹുവിന്റെ പ്രീതിയില്ല. വിജയത്തിന്റെ മുഴുവനും നിദാനം, മുന്നേറ്റത്തിന്റെ മുഴുവനും നിമിത്തം, പുരോഗമനത്തിന്റെ മുഴുവനും കാരണം എല്ലാമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നത് റസൂലുള്ളാഹിനോടുള്ള ബന്ധമാണ്. ആ ഹബീബായ നബിയുടെ അനുഗ്രഹം നേടിക്കൊണ്ടാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. 22ഓളം തവണ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ തങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട രംഗങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സമയോചിതമായി പറയാവുന്നത് നമുക്ക് പറയാം. അത്രയും വലിയ ബന്ധമാണ്.
എല്ലായിടത്തും ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹുവിന് മുമ്പ് കണ്ടില്ലേ ഇമാം അബൂ ഹനീഫ തങ്ങൾ ഇമാമത്തിന്റെ പദവിയിലേക്ക് വരുന്നതിന് മുമ്പ് റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ട്. ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു കണ്ടിട്ടുണ്ട്. അബുൽ ഹസൻ അൽ അശ്അരി തങ്ങൾ റമളാൻ മാസത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ബുഖാരി തങ്ങൾ കണ്ടിട്ടാണ് സഹീഹുൽ ബുഖാരി തുടങ്ങിയത്. ഇമാം മുസ്ലിമുൻ നൈസാബൂരി റസൂലുള്ളാഹിനെ കണ്ടിട്ടാണ് രചന തുടങ്ങിയത്. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി തങ്ങൾ അവിടുത്തെയുടെ അനുഗ്രഹത്തിനു വേണ്ടി പിതാക്കന്മാരുടെ പേര് ആമുഖമായി 20 പേരുടെയും പേരെഴുതിയിട്ട് അനുഗ്രഹമെടുത്തിട്ടാണ് ശർഹുൽ മുഹദ്ദബ് തുടങ്ങുന്നത്. അങ്ങനെ എല്ലാ മഹാന്മാരുടെയും രചനയുടെയും രചനയുടെയും അവരുടെ ഖിദ്മാത്തുകളുടെ മുഴുവനും കവാടമായി സ്വീകരിക്കുന്നത് ലോകത്തിന്റെ മുഴുവനും പ്രധാനങ്ങളുടെ നിദാനമായി പ്രപഞ്ചാധികാരിയായ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുഗ്രഹം നേടിക്കൊണ്ട് മക്കത്തെ പള്ളിയിൽ വിജ്ഞാനം തേടുന്ന ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹുവിനോട് ഒരുപാട് ആളുകൾ വന്നുകൊണ്ട് ഉപദേശിക്കുന്നു, മോനെ ഒന്ന് മദീനയിലേക്ക് പോയി മാലിക് ഇമാമിന്റെ ഹൽഖയിൽ ഒന്നിരുന്നിട്ട് വരണം മോനെ. ചരിത്രം നീണ്ടതാണ്, വിശദാംശങ്ങളിലേക്ക് കടക്കാൻ സമയമില്ല. മക്കായിലെ ജീവിതം യഥാ കഴിഞ്ഞു പോകുന്നു. അതിൻ്റെ ഇടയിൽ ബൗദ്ധികമായ ചർച്ചയുണ്ട്. അതുമാത്രം നമ്മൾ നാളെ ഇൻഷാ അല്ലാഹ് ഒരു ചാപ്റ്ററായി പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് മദീനയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ മക്കയിലെ ഗവർണർ മദീനയിലെ ഗവർണർക്കൊരു ലെറ്റർ കൊടുക്കുന്നു. ഈ വരുന്നയാളെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടും സ്വീകരിക്കണമെന്ന് ശുപാർശ ചെയ്തുകൊണ്ടുമാണ്. ആ കത്തും വാങ്ങിയിട്ട് ഇമാമുന ശാഫഈ തങ്ങൾ ഇലാ മദീനത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലേക്ക് പോവുകയാണ്. സലക്നൽ ഫയാഫി വൽ ഖൈഫാറ അലൻ നുജുബി. അവിടുന്ന് ഞങ്ങളിതാ ക്ലിഷ്ടമായ യാത്രാതലങ്ങളെ മുഴുവനും കവച്ചു വെച്ചു വന്നത് ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവിടുത്തെ സന്ദർശിക്കാനാണ്. ഉഫൂദുൻ വസുവാറുൻ വഅളിയാഫു ഹളറതി. അവിടുത്തെയിലേക്ക് എത്തിച്ചേർന്ന സന്ദർശകരും യാത്രാസംഘവുമാണ്. മദീനത്തെ വാതിൽപ്പടിയിൽ പോയി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഖബറു ശരീഫിന്റെ മുമ്പിൽ ചെന്ന് സിയാറത്ത് ചെയ്ത് മസ്ജിദുൻ നബവിയിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ചിട്ടാണ് നേരെ പോകുന്നു മദീന ഗവർണറുടെ അടുക്കലേക്ക്. മക്ക ഗവർണറുടെ കത്ത് കൈമാറാനാണ്. കാരണം മാലിക് ഇമാമിന്റെ ദർസ് വലിയ പണ്ഡിതന്മാരെ കൊണ്ട് നിബിഡമാണ്. ഈ ചെറുപ്പക്കാരൻ അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള ശുപാർശയുടെ ലെറ്ററാണ്. മാത്രമല്ല മക്കയിലെ വിജ്ഞാനം പോലെയല്ല മദീനയിൽ. ലോകത്തെവിടെയും വിജ്ഞാനത്തിന്റെ തറവാടിന് അത്രയും ആധികാരികതയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10,000 സ്വഹാബികൾ വിശ്രമിക്കുന്നത് മദീനയിലാണ്. അതുകൊണ്ട് തന്നെ മദീനക്കാര് ചോദിക്കും, റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് ഒരാൾ പറഞ്ഞു തരുന്നതിനേക്കാൾ പ്രബലമല്ലേ 1000 ആളുകൾ പറഞ്ഞു തന്നാൽ?
അതായത് മക്കയിലും ബഗ്ദാദിലും കൂഫയിലും ബസറയിലും വിദേശ രാജ്യങ്ങളിലുമെല്ലാം ചിലപ്പോൾ ഒരു സ്വഹാബിയിലൂടെയാകാം റസൂലുള്ളാഹിന്റെ ജീവിതം എത്തിച്ചേർന്നത്. ഒരു സ്വഹാബിയുടെ നിവേദന പരമ്പരയിലൂടെയാകാം വിജ്ഞാനത്തിന്റെ കവാടങ്ങൾ പ്രധാനമായും കടന്നു ചെന്നത്. എന്നാൽ മദീനയിൽ അങ്ങനെയല്ല. 10,000 സ്വഹാബികൾ അവിടെ തന്നെയുണ്ട്. ഹബീബിന്റെ ജീവിതം ഒപ്പിയെടുത്ത് അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ. അതുകൊണ്ടല്ലേ ഒരു ഇമാമ്, മദീനയിലുള്ള ഇമാമ് പുറത്തേക്ക് പോയിട്ടില്ല. മാലിക് ഇമാമ് തങ്ങൾ വിജ്ഞാന സമ്പാദനത്തിനു വേണ്ടി ലോകസഞ്ചാരം നടത്തിയിട്ടില്ല. കാരണം എവിടെയും പോകേണ്ടതില്ല. ഇവിടെ സ്വയം പര്യാപ്തമായ നാടാണ്. ഇനി എവിടെയെങ്കിലും വിജ്ഞാനത്തിന്റെ നായകന്മാരുണ്ടെങ്കിൽ അവര് മുഴുവനും മദീനയിലേക്ക് വരുന്നവരാണ്. അവരെ കിട്ടാനും അവസരമുള്ളത് മദീന തന്നെ. ശാഫി ഇമാം പഠന സഞ്ചാരം നടത്തി. അബൂ ഹനീഫ ഇമാം തങ്ങൾ പഠനയാത്ര നടത്തി. അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി നടത്തി. പക്ഷേ മാലിക് ബിൻ അനസ് തങ്ങൾ മദീന വിട്ടിട്ട് ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും മക്കയിലേക്ക് പോയി എന്നല്ലാതെ വേറെ വിജ്ഞാന സമ്പാദനത്തിന് യാത്രയില്ല. വിശദീകരിക്കാനുള്ള സമയമില്ല. അങ്ങനെ മദീനയിലേക്ക് മക്ക ഗവർണറുടെ ലെറ്ററുമായി കടന്നു വരുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് എന്ന യുവാവ് നേരെ മദീന ഗവർണറുടെ കയ്യിൽ കത്തുകൊടുക്കുന്നു. ബഹുമാനപ്പെട്ട മാലിക് ഇമാമിന്റെ കവാടത്തിൽ മദീനയുടെ ഗവർണർ കാത്തു നിൽക്കുകയാണ്. അതാ അവിടെയുള്ളൊരു വേലക്കാരൻ വന്ന് ചോദിക്കുന്നു, നിങ്ങളാരാണ്? ഞാൻ മദീനയുടെ ഗവർണറാണ്. എന്തിനു വന്നതാണ്? മാലിക് ഇമാമിനെ കാണാൻ വന്നതാണ്. അപ്പ മാലിക് ഇമാം തങ്ങൾ മറുപടി കൊടുത്തു വിടുന്നു, എന്തെങ്കിലും മതവിധി അറിയാനാണെങ്കിൽ അതിങ്ങ് കുറിച്ചു തരാൻ പറയൂ, ഞാൻ മറുപടി തന്നുവിടാം. അതല്ല ഹദീസ് കേൾക്കാൻ വന്നതാണെങ്കിൽ ഇന്ന് മജ്ലിസുള്ള ദിവസമല്ലെന്നറിയാമല്ലോ. അതുകൊണ്ട് മജ്ലിസുള്ള ദിവസം വരട്ടെ. മാലിക് ഇമാം തങ്ങളെ കാണുന്നില്ല. രണ്ടാമതും അവിടുത്തെ വേലക്കാരൻ ഇറങ്ങി വരുന്നു. വിഷയം ബോധ്യപ്പെടുത്തുന്നു. പണ്ഡിതന്മാരെ ആദരിക്കുന്ന ഭരണാധികാരിയാണ്. ആത്മജ്ഞാനികളുടെ ആഴമറിയുന്ന അധികാരിയാണ്. മദീനയുടെ പ്രൗഢിയറിയുന്ന ഭരണാധികാരിയാണ്. അവിടുന്ന് ഇരിക്കുക പോലും ചെയ്യാതെ മാലിക് ഇമാം തങ്ങളുടെ വാതിൽക്കൽ നിന്നിട്ട് പറയുന്നു, ഒന്നകത്തു ചെന്ന് പറയണേ, മസ്അല ചോദിക്കാൻ വന്നതല്ല, ഹദീസ് പഠിക്കാൻ വന്നതല്ല, മക്കയിലെ ഗവർണറുടെ ഒരു കത്തു കൈമാറാനാണ്. ഒരു പ്രധാനപ്പെട്ട മാറ്ററാണ്. അതുകൊണ്ടൊന്ന് വരാൻ പറയുമോ? അപ്പോഴാണ് മാലിക് ഇമാം തങ്ങൾ ഇറങ്ങി വരുന്നു. ബഹുമാനപ്പെട്ട മദീന ഗവർണർ നേരെ കത്ത് കൈമാറുകയാണ്. അഥവാ മുഹമ്മദ് ബിൻ ഇദ്രീസ് എന്ന കൂടെയുള്ള കുട്ടിക്ക് ദർസിൽ അഡ്മിഷൻ കൊടുക്കണമെന്ന ലെറ്ററാണ്. ഉടനെ ബഹുമാനപ്പെട്ട മാലിക് ഇമാം തങ്ങൾ കത്ത് വായിച്ചു നോക്കി. വറമൽ കിതാബ മിൻ യദിഹി ثم قال സുബ്ഹാനല്ലാഹ്. കിട്ടിയ കത്ത് നേരെ അങ്ങ് നീക്കി വെച്ചിട്ട് ചോദിക്കുകയാണ്, അവസാറ ഇൽമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖദു ബിർറസായിൽ. എന്ത് പറ്റിപ്പോയി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇൽമുകൾ ഇങ്ങനെ കത്തുകൊണ്ട് കൈമാറാനുള്ള ഇൽമാണോ? ഇങ്ങനെ ഒരു കാലം വന്നുപോയോ എന്ന് ചോദിച്ചിട്ട് ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്,
മോനെ നിന്നോടൊന്ന് ചോദിക്കട്ടെ, നീ എവിടത്തുകാരനാണ്? ഞാൻ മക്കക്കാരനാണ്. അഖുറശിയുൻ അന്താ, നീ ഖുറൈശിക്കാരനാണോ? അതെ. മക്കിയുൻ അന്താ, മക്കക്കാരനാണോ? പേരെന്താണ് മോനെ? മുഹമ്മദ് എന്നാണ് പേര്. ഉടനെ മാലിക് ഇമാം തങ്ങൾ പറയുന്നു, പേരുകൊണ്ടും നാടുകൊണ്ടും കബീല കൊണ്ടും നീ നല്ല ലക്ഷണങ്ങളുള്ള ആളാണ്. എന്നിട്ട് മഹാനായ ശാഫി ഇമാം തങ്ങളോട് പറയുന്നു, യാ മുഹമ്മദു, ഓ മുഹമ്മദ് മോനെ, ഇത്തഖില്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു കൊള്ളണം. വജ്തനിബിൽ മാസി, അവിടുന്ന് തെറ്റുകളിലൊന്നും പെടാൻ പാടില്ല. ഒരു ചെറുതെറ്റ് പോലും വന്നു പോകാൻ പാടില്ല. മുന്ന് മോനെ, നിനക്കുണ്ട് ലക ശഅ്നും മിനശ്ശഅ്നി, മോന് നല്ല നല്ല ലക്ഷണങ്ങൾ കാണുന്നുണ്ട് മോനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അബ്ദുൽ മുത്തലിബിന്റെ വിരിപ്പിലിരിക്കുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ പിടിച്ചു മാറ്റാൻ നോക്കിയപ്പോ കഅബാലയത്തിന്റെ തണലിൽ അവിടുത്തെ ഏറ്റവും വലിയ നേതാവായ അബ്ദുൽ മുത്തലിബ് ഇരിക്കുന്ന തണലിൽ വേറെ ഒരാളും ഇരിക്കാറില്ല. അവിടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്നപ്പോൾ ബാക്കിയുള്ള ആളുകളെല്ലാം വന്ന് പിടിച്ചു മാറ്റാൻ നോക്കിയപ്പോ അവിടുന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, തൊടല്ലേ, ലഹു ശഅ്നുൻ അളീം, ഇത് സാധാരണ കുട്ടിയല്ല. या रसूल अल्लाह का नारा लगाओ गज गज के है तेरे आका पे पढ़ो सारे दुरूद रज रज के है या रसूल अल्लाह का नारा लगाओ गज गज के गज गज के गज गज के है या रसूल अल्लाह का नारा. ഇസ്ലാമിക് സീഡികളുടെ വിപുലമായ ശേഖരം ഫ്യൂച്ചർ ഗ്രൂപ്പ് ആൻഡ് മദീന മീഡിയ, മർക്കസ് കോംപ്ലക്സ്, ബാബർ റോഡ്, കോഴിക്കോട്. ഫോൺ 9995997778 9605999900 944 7351 432.